ഏപ്രിൽ 1 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഹ്യൂഗ്, വിശുദ്ധ കൈഡോക്, വിശുദ്ധ റിക്കോർ, വിശുദ്ധ സെല്ലാക്, വിശുദ്ധ ഡെഡോളിനൂസ്, വിശുദ്ധ ഗിൽബർട്ട്, വിശുദ്ധ ബൊണ്ണേവാവിലെ ഹ്യൂഗ്. വിശുദ്ധ ഹ്യൂഗ് 1033-1132 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഹ്യൂഗ് ജീവിച്ചിരുന്നത്. ഒരു സൈനികോദ്യോഗസ്ഥനായ ഓഡിലോയുടെ പുത്രനായി ഫ്രാൻസിൽ വാലൻസ് എന്ന പ്രദേശത്ത് വിശുദ്ധരായ മാതാപിതാക്കന്മാരെന്നും 1053 ഹ്യൂഗ് ജനിച്ചു. പിതാവ് സൈന്യത്തിൽ നിന്ന് പോന്നതിന് ശേഷം അദ്ദേഹം മകന്റെ ഉപദേശപ്രകാരം കർത്തൂസ്യൻ സഭയിൽ പ്രവേശിച്ച് ഏതാണ്ട് 100 വയസ്സ് വരെ ജീവിക്കുകയുണ്ടായി. അമ്മ സ്വഭവനത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും ജീവിച്ച് മകന്റെ ശുശ്രൂഷകൾ സ്വീകരിച്ചാണ് ദിവംഗതയായത്. പണ്ഡിതനും സുന്ദരനും വിനയശാലിയും ദൈവഭക്തനുമായിരുന്ന ഹ്യൂഗ് പേപ്പൽ പ്രതിനിധിയുടെ ശ്രദ്ധ ആകർഷിച്ചു. താമസിയാതെ അദ്ദേഹം ഗ്രനോബിളിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടുകയും 7-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പ റോമിൽ വെച്ച് അദ്ദേഹത്തെ അഭിഷേചിക്കുകയും ചെയ്തു. റോമിൽ നിന്ന് സ്വന്തം രൂപതയിൽ തിരിച്ചെത്തിയപ്പോൾ അജഗണം അസന്മാർഗതയിൽ അമർന്നിരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. അവർക്ക് കൂദാശ സ്വീകരണത്തിന് വേണ്ട താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല, വേണ്ട യോഗ്യത കൂടാതെ പലരും കൂദാശകൾ സ്വീകരിച്ചിരുന്നു. ഉപവാസവും ജാഗരണവും അനുഷ്ഠിച്ച് ദൈവകൃപയ്ക്കായി അദ്ദേഹം തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും രൂപതയുടെ മുഖച്ഛായ മാറി. പ്രശസ്തിയെ ഭയന്ന് അദ്ദേഹം മെത്രാൻ സ്ഥാനം രഹസ്യമായി രാജിവെച്ച് ഓവനിലെ ബെനഡിക്റ്റൈൻ നൊവിഷ്യത്തിൽ പ്രവേശിച്ചു. അവിടെ സകലർക്കും ഈ സന്യാസി ഉത്തമ മാതൃകയായിരുന്നു. ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ഇതറിഞ്ഞപ്പോൾ ഉടനടി രൂപതാഭരണം ഏറ്റെടുക്കാൻ ആജ്ഞാപിച്ചു. വീണ്ടും അദ്ദേഹം ഭരണം ഏറ്റെടുത്തു. അദ്ദേഹമാണ് വിശുദ്ധ ബ്രൂണോയ്ക്ക് കർത്തൂസ്യൻ സഭാ സ്ഥാപനത്തിനുള്ള സ്ഥലം കൊടുത്തത്. 11-ാം നൂറ്റാണ്ടിന്റെ ശേഷിച്ച കാലയളവിൽ സഭ ഭൂമികളുടെ കൈവശാവകാശത്തെ ചൊല്ലി ആൽബണിലെ കൗണ്ട് ഗൈഗസ് മൂന്നാമനുമായുള്ള തർക്കം അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പേറ്റിന്റെ സവിശേഷതയായി തീർന്നത്. ഗ്രനോബിളിലെ ബിഷപ്പ് മാലന്റെ സഹായത്തോടെ ഗ്രനോബിളിലെ ബിഷപ്പിന്റെ ഭൂമി കൗണ്ട് പിടിച്ചെടുത്തുവെന്ന് ഹ്യൂഗ് ആരോപിച്ചു. 1099 മാത്രമാണ് ഹ്യൂഗും കൗണ്ട് ഗൈഗസും തമ്മിൽ ഒടുവിലൊരു കരാറിൽ എത്തിച്ചേർന്നത്. തർക്കപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ കൗണ്ട് സമ്മതിച്ചപ്പോൾ ഗ്രനോബിളിന്റെ പരിസരത്തുള്ള കൗണ്ടിന്റെ താൽക്കാലിക അധികാരം ഹ്യൂഗ് അംഗീകരിച്ചു. കാർത്തൂസ്യൻ സന്യാസ സമൂഹത്തിന്റെ അടിത്തറയിൽ ഹ്യൂഗ് നിർണായക പങ്കുവഹിച്ചു. 1084 തൻ്റെ ഗുരുവായ കൊളോണിലെ ബ്രൂണോയെയും 6 കൂട്ടാളികളെയും 7 നക്ഷത്രങ്ങളുടെ രൂപത്തിൽ ദർശനത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം ചാർട്ടൂസ് എന്ന മഞ്ഞുമൂടിയതും പാറക്കെട്ടുള്ളതുമായ ആൽപൈൻ സ്ഥലത്ത് 7 പേരെയും പ്രതിഷ്ഠിച്ചു. അവർ ഒരു സന്യാസ സമൂഹം സ്ഥാപിക്കുകയും പ്രാർത്ഥനയ്ക്കും പഠനത്തിനുമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. അവരുടെ ജീവിത രീതിയിൽ ഭൂരിഭാഗവും സ്വീകരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഹ്യൂഗ് പലപ്പോഴും അവരെ സന്ദർശിക്കാറുമുണ്ടായിരുന്നു. ഹ്യൂഗ് സമീപത്തുള്ള ചാലേസിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. അതൊരു സ്വതന്ത്ര സന്യാസ സമൂഹമായി വളർന്നു. വേദപുസ്തകം വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും കുമ്പസാരം കേൾക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുനീർ ധാരധാരയായി പ്രവഹിച്ചിരുന്നു. പാപം ചെയ്യാത്ത അങ്ങ് ഞങ്ങളെപ്പോലെ എന്തിനു കരയുന്നുവെന്നൊരു അനുതാപി ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു: മായാസ്തുതിയും അമിത സ്നേഹവും മതിയല്ലോ ഒരാൾ നശിക്കാൻ. ദൈവകാരണത്താൽ മാത്രമാണ് നാം രക്ഷപ്പെടുക. ആകയാൽ അതിന് നാം അഭ്യർത്ഥിക്കാതിരിക്കാമോ? ദീർഘമായൊരു രോഗം അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഒന്നുകൂടി പവിത്രീകരിച്ചു. വാർദ്ധക്യത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോയെങ്കിലും സങ്കീർത്തനങ്ങളും സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും ചൊല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അവ ഏകദേശം 300 തവണയെങ്കിലും രാത്രിയിൽ ചൊല്ലാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ ജപങ്ങൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് 1132 ഏപ്രിൽ 1-ാം തീയതി അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് കേവലം 2 വർഷത്തിനു ശേഷം 1134 ഏപ്രിൽ 22-ന് ഇന്നസെന്റ് 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.